എനിക്കൊരു ഭാമയെന്ന് കാണണം. എനിക്കവളൊന്ന് സംസാരിക്കണോടാ. എടാ മക്കളെ, അവള് കഴിക്കുന്ന മരുന്ന് വല്ല കയ്യിലെടുത്തോളം ചോദിക്കണോടാ. ഓ, എടുത്തിട്ടുണ്ടാവൂല. അച്ഛാ, മരുന്നൊക്കെ ഞാൻ എത്തിച്ചു കൊടുത്തു അച്ഛാ. അച്ഛനിപ്പോ എന്താ വേണ്ടത്? അമ്മയൊന്ന് കാണണം. അതിന് ഞാനിപ്പോ വഴിയുണ്ടാക്കാം. അച്ഛൻ ഇവിടെ ഇരിക്കേ. ശ്യാമാൻറ്റി പോയി കാണോ? സത്യേ പോയി കാണും, അല്ലെങ്കിൽ ഇപ്പൊ ഇങ്ങോട്ട് വന്നേനെ. താഴെ ബഹളമൊന്നും കേൾക്കുന്നില്ലല്ലോ. ശ്യാമാൻറ്റി പോയോ അമ്മേ? പോയി. ഞാനാകെ പേടിച്ചു പോയി. അല്ല, ഇത്രയും ബഹളം കേട്ടിട്ട് അച്ഛൻ അറിഞ്ഞില്ലേ? അറിഞ്ഞില്ലെന്ന് തോന്നുന്നു. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. എന്തേലും ഒരു ചെറിയ ശബ്ദം കേട്ട് എഴുന്നേറ്റ് വരുന്ന ആളാണല്ലോ അച്ഛൻ. മോളെ ഒന്ന് നോക്കണേ, ഞാനിപ്പോ വരാം. വാ പൊന്നി, നോക്കാം. എന്താ നീ പേടിച്ചു പോയോ? ശ്യാമാൻറ്റി പോയല്ലോ, പേടിക്കണ്ടാട്ടോ. അച്ഛാ, അച്ഛാ, വാതിൽ തുറന്നു കിടക്കാണല്ലോ. പൊന്നി ഒന്ന് അകത്ത് പോയി നോക്കിയേ. അച്ഛാ, രാഘവൻ സാറേ, അച്ഛാ, അച്ഛാ, രാഘവൻ സാറേ, കുഞ്ഞെ അവിടെ എങ്ങും കാണുന്നില്ല. റൂമിലും ഇല്ല. ഈ അച്ഛനത് എവിടെ പോയി? അച്ഛാ, അച്ഛാ, അച്ഛാ. പൊന്നി ഒന്ന് പുറത്തു പോയി നോക്ക്. രാഘവൻ സാറേ, സാറേ, രാഘവൻ സാറേ, രാഘവൻ സാറേ. അമ്മേ, ശ്യാമാൻറ്റി പോയല്ലോ. പോയി. ശാലിനി പറഞ്ഞോ. ശിവനിപ്പോ എവിടെയുണ്ട്? അല്ല, ഞാൻ പുറത്താ. എന്താ കാര്യം? അച്ഛൻ എവിടെ പോയെന്ന് അറിയില്ല. ഞങ്ങള് ഇവിടെ എല്ലാം നോക്കി, കാണാനില്ല. ശിവന് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒന്ന് ഇവിടം വരെ വരുമോ? എടാ മക്കളെ, എന്നാ പിന്നെ ഞാനോട് വരാം. ആ സോമശേഖരന്റെ അടുത്തേ എനിക്ക് 2 വാക്ക് പറയണം. അല്ല, ഒന്നും പറഞ്ഞില്ല. അത് ശാലിനി, ഞാനിപ്പോ തിരിച്ചു വിളിക്കാം. ഹലോ, പോലീസ് സ്റ്റേഷൻ. അതെ, ഞാൻ അല്പം മുമ്പ് സ്റ്റേഷനിൽ വന്ന ശിവനാ. പറഞ്ഞോളൂ. അല്ല, ബുദ്ധിമുട്ടിക്കാണെന്ന് തോന്നരുത്. സത്യാമ്മയുടെ ഹസ്ബൻഡ് മാനസികമായിട്ട് ചില ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ആളാ. ഇപ്പോ അദ്ദേഹത്തെ വീട്ടിൽ കാണാനില്ലെന്ന് പറഞ്ഞൊരു കോള് വന്നു. എന്റെ ഊഹം ശരിയാണെങ്കിൽ സ്റ്റേഷന്റെ പുറത്ത് എവിടെയെങ്കിലും അദ്ദേഹം കാണും. ഒന്ന് നോക്കിയിരുന്നെങ്കിൽ എന്റെ സംശയം ഒന്ന് ക്ലിയർ ചെയ്യായിരുന്നു. ഒന്ന് ഹോൾഡ് ചെയ്യണേ. ആ. ഒരു കണ്ണട വെച്ച് കുറച്ച് പ്രായം തോന്നിക്കുന്ന ആളാണോ? അതെ. കാലിനും അല്പ സ്വാധീനക്കുറവുണ്ട്. ആളിവിടെ വാതൊക്കെ വന്നിരിപ്പുണ്ട്. നിങ്ങൾ പറയുന്ന അടയാളം വെച്ച്
അത് തന്നെ ആള്. ആ വളരെ ഉപകാരം. ഒന്ന് നോക്കിയേക്കണേ, ഞാൻ അതാ ഇപ്പൊ തന്നെ വരാം. എന്താ അമ്മേ, ഷാമാൻഡി ഇനിയും വരുമോ? ഏയ് ഇല്ല മോളെ. ആ, എന്താ ശിവ, എന്തേലും വിവരം കിട്ടിയോ? ആ അല്ല, അച്ഛൻ പോലീസ് സ്റ്റേഷന്റെ മുന്നിലുണ്ടെന്ന്. ഏ, പോലീസ് സ്റ്റേഷനിലോ? ഇതിപ്പം ഇനിയിപ്പം അവിടെ നിന്ന് അച്ഛനെ എങ്ങനെ ഇങ്ങോട്ട്? ശാലിനി, ഞാൻ കൊണ്ടുവന്നോളാം അച്ഛനെ, ധൈര്യമായിട്ടിരിക്കെ. അച്ഛനെ വീട്ടിൽ കൊണ്ടുവന്നാക്കിയിട്ടേ ഞാൻ തിരിച്ചു പോകൂ. അച്ഛാ, എടാ മോനെ അച്ഛാ. വിഷ്ണു, അച്ഛൻ എന്താ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നേ? അകത്തേക്ക് കയറിയിരിക്കാൻ പറഞ്ഞതാ. അച്ഛാ, അകത്തേക്ക് കയറി ഇരിക്കായിരുന്നില്ലേ? എടാ എന്റെ പാമ്പ അവിടെ നിലത്തിരിക്കുമ്പോ ഞാൻ എങ്ങനെയാണ് മോനെ ഇവിടെ വന്ന് കസേരപ്പുറത്തിരിക്കുന്നേ? എനിക്കൊരു പാമ്പയെന്ന് കാണണം, എനിക്കവിടെ സംസാരിക്കണോടാ. എടാ മക്കളെ, അവള് കഴിക്കുന്ന മരുന്ന് വരെ കയ്യിലെടുത്തോളം ചോദിക്കണോടാ. ഓ, എടുത്തിട്ടുണ്ടാവൂല. അച്ഛാ, മരുന്നൊക്കെ ഞാൻ എത്തിച്ചു കൊടുത്തു അച്ഛാ. അച്ഛനിപ്പോ എന്താ വേണ്ടത്? അമ്മയൊന്ന് കാണണം. ആ. അതിന് ഞാനിപ്പോ വഴിയുണ്ടാക്കാം. അച്ഛനിവിടെ ഇരിക്കുക. മേഡം കണ്ടല്ലോ, അച്ഛന് സുഖമില്ലാത്തതാ. ഒരുപാട് വിഷമങ്ങളൊന്നും താങ്ങാനുള്ള കെൽപ്പില്ല. അമ്മയെ കാണാനൊരു അവസരം ഉണ്ടാക്കിയ വലിയ സന്തോഷാവും. അയ്യോ, അത് റിസ്കാ. സോമശേഖരൻ സാറ് വന്ന് വല്ലതും അറിഞ്ഞാ. അതിപ്പോ ഇവിടെ ഉള്ളവര് പറയാതെ അറിയില്ലല്ലോ. ഒരു പ്രായമുള്ള മനുഷ്യന്റെ ആവശ്യമല്ലേ. നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ അച്ഛനും അമ്മയൊക്കെ. ഇങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോ തകർന്നു പോയ 2 പേരാണിവര്. 2 പേരുടെയും സങ്കടങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഒരു ആശ്വാസമായെങ്കിലോ? ഞാനൊന്ന് സ്റ്റേഷൻ ചാർജുള്ള സാറുമായിട്ട് സംസാരിക്കട്ടെ. അച്ഛാ, അച്ഛാ, അച്ഛൻ എഴുന്നേറ്റേ, നമുക്കിപ്പൊ അമ്മയെ കാണാം. എടാ അതിനോട് സമ്മതിച്ചാ? അവരൊക്കെ സമ്മതിക്കും അച്ഛാ. അച്ഛൻ ഇതാ പിടിച്ചേ. വാ, പതിയെ. വാ.